ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ ജാസ്മിൻ ഫ്ലവേഴ്സ് മുല്ലപ്പൂ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമുക്ക് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ജാസ്മിൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ മുല്ലപ്പൂവിന് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമാണ്. നമുക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ കിട്ടണമെന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു റോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ സിസേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പച്ച കളർ ടേപ്പാണ്. പൂക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒട്ടിക്കുന്ന ടേപ്പാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ പേപ്പർ ടേപ്പ് ആയാലും മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചന്ദനത്തിരിയുടെ ഒരു തണ്ടാണ് കേട്ടോ. കത്തിത്തീർന്നൊരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഈർക്കിളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിനകത്തുനിന്നൊരു മുറി ഷീറ്റ് കീറിയെടുക്കുന്നുണ്ട്. അതിനകത്ത് ഓൾറെഡി ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഡോട്ടിൻ്റെ അവിടെ നിന്ന് കീറിയെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് ആയതാണ്ട് ഒരു 8 പൂക്കൾ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഷീറ്റിനെ ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കി മടക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം അതിനെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള നമുക്ക് പീസസുകൾ ഇപ്പോൾ കിട്ടും. ഈക്വലായിട്ട് കിട്ടിയില്ലെങ്കിലും ഏതാണ്ടൊക്കെ അപ്രോക്സിമേറ്റ്ലി അതുപോലൊക്കെ ഉള്ളൊരു കണക്കിനായിരിക്കും വെട്ടിയെടുക്കുന്നത്. അതനുസരിച്ച് നിങ്ങളും ചെയ്താൽ മതി. ഇതിനൊരു സെൻറ്റിമീറ്റർ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമുക്ക് ഇതുപോലത്തെ റെക്റ്റാങ്കിൾ പീസ് കിട്ടി. ഇനി ബാക്കിയുള്ള ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഇതുപോലെ 3 ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഏതാണ്ടൊക്കെ ഈക്വലായിട്ടുള്ള 4 റെക്റ്റാങ്കിൾ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷീറ്റിനെ മടക്കി 2 വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അതാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ പീസ് പോലത്തെ പീസുകൾ ഇനി കിട്ടും. അപ്പോൾ ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 പീസാണ് വേണ്ടുന്നത്. അപ്പോൾ 2 അതോ 3 വയ്ക്കാം. 2 എനിക്ക് ധാരാളമായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പീസ് വരെ നമുക്ക് ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട് സ്ക്വയർ പീസ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സ്ക്വയർ പീസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പൂവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആ ഒരു ചന്ദനത്തിരിയുടെ തണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചന്ദനത്തിരിയുടെ തണ്ട് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചന്ദനത്തിരിയുടെ തണ്ട് ആദ്യം എടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കൈകൾ കൊണ്ട് അതൊന്ന് മടക്കി ഒന്ന് താഴെ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്ത് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. പേപ്പർ ആയതുകൊണ്ട് നമ്മളങ്ങനെ ചുരുട്ടുമ്പോൾ തന്നെ അവിടെ ഒന്ന് ഇതായി കിട്ടും. അടുത്ത പേപ്പറും കൂടെ ഇതുപോലെ വെച്ച് അതിൻ്റെ പുറത്തുകൂടെ വെച്ച് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. കൈകൾ കൊണ്ട് നമ്മൾ അതിൻ്റെ താഴ്വശം നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്ക് അങ്ങനെ നമുക്ക് നിർത്താനായിട്ട് പറ്റും. നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് ആ പച്ച കളർ ടേപ്പ്. ആ ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ടേപ്പ് എടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അതൊന്ന് അതിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇതൊന്ന് ഫിക്സ് ആയെന്ന് കണ്ടാൽ നമുക്ക് ആ ടേപ്പ് മുറിച്ചെടുക്കാം. ഈ ടേപ്പ് കൈകൾ കൊണ്ട് തന്നെ മുറിക്കാൻ പറ്റുന്ന ടേപ്പാണ്, പേപ്പറിൻ്റെ തന്നെയാണ്. എന്നിട്ട് നമുക്ക് ആ തണ്ടിൽ നിന്ന് നമുക്കതിനെ ജസ്റ്റ് ഊരിയിങ്ങെടുക്കാം. അപ്പോൾ നമ്മുടെ കൈ വെച്ച് ഒന്ന് ആ പൂവിൻ്റെയൊക്കെ ഒന്ന് ഇതളുകളൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ബാക്കി അറ്റത്ത് വരുന്ന വൈറ്റ് പാർട്ട് നമ്മൾ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി പേപ്പർ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചൊന്ന് പെയിൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ കറക്റ്റായിട്ട് ആ ഒരു പച്ച കളർ നിങ്ങൾക്ക് അവിടെ ആക്കിയെടുക്കാം. അങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കൾ തയ്യാറായിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.